ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നും നമ്മുടെ വീട്ടുവിശേഷങ്ങളില്ല, അടുക്കള വിശേഷങ്ങളില്ല. ഇന്ന് നമ്മളൊരു കല്യാണമൊക്കെ കൂടാൻ പോയി. അപ്പോൾ ഇന്ന് കല്യാണ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. മോളുടെ കൂട്ടുകാരുടെ കല്യാണമായിരുന്നു. ഈ LKG മുതൽ നമ്മുടെ മക്കളുടെ കൂടെ പഠിക്കുന്ന മക്കളുമാരെല്ലാം നമ്മുടെ മക്കളുമാരാണല്ലോ. അവരെക്കാട്ടിലും കൂടുതലായിട്ട് അച്ഛന്മാരുമായിട്ടും അമ്മമാരുമായിട്ടും നല്ല സൗഹൃദങ്ങളല്ലേ എല്ലാവരുടെയും അച്ഛനമ്മമാർ. അപ്പോൾ നമ്മളെയും വിളിച്ചിരുന്നു, എന്നെയും വിളിച്ചിരുന്നു എൻ്റെ മോള്. നമ്മളും അനുഗ്രഹമൊക്കെ കൊടുക്കാൻ പോവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കൂടിയിട്ട് വന്നു കേട്ടോ. കല്യാണം 1 മണിക്കായിരുന്നു കേട്ടോ. അത്രയും എനിക്കത് ഇന്നലെ അവർ വന്നത്, ചെറുക്കൻകോട്ടിൽ ഇന്നലെ വന്നത്. ഇത്രയും ദൂരമില്ലേ. അപ്പോൾ അവർ ഇന്നലെ വന്ന് റൂമോ ഒക്കെ എടുത്ത് താമസമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി നാളെ എനിക്ക് തോന്നുന്നു ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല. അത്ര ദൂരമില്ലേ, ട്രെയിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ചേച്ചിമാരെയൊക്കെ കണ്ടു കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് ചേച്ചിമാരുടെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അറിയുന്ന ചേച്ചിമാരതെല്ലാം നമ്മുടെ പരിചയക്കാരാണ് കേട്ടോ. അത് നമുക്ക് സന്തോഷമല്ലേ അവരെയൊക്കെ കാണുമ്പോൾ, നമ്മുടെ പരിചയക്കാരെ. അത് എവിടെയാണെങ്കിലും നമ്മുടെ പരിചയക്കാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, നമ്മുടെ നാട്ടുകാരാകുമ്പോൾ കേട്ടോ. ഞാനിങ്ങനെ മത്സരം പിടിച്ചു നിൽക്കത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് എന്തിനാ മത്സരം പിടിക്കുന്നത്, അവരെയൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നവരാട്ടോ, നമ്മുടെ ചേച്ചിമാരെയൊക്കെ. അപ്പോൾ ചേച്ചിമാരുടെ വീഡിയോ ഉണ്ട്, പ്രത്യേകം ഞാൻ എടുത്തു. നമ്മുടെ ചേച്ചിമാരെ കളഞ്ഞുള്ള പരിപാടികളില്ല കേട്ടോ. അപ്പോഴും നമ്മുടെ ചേച്ചിമാരുമുണ്ട്, നല്ല മിടുക്കി ചേച്ചിമാരാട്ടോ. നല്ല മിടുക്കി ചേച്ചിമാരാണ് നമ്മുടേത്. പിന്നെന്താ വിശേഷങ്ങൾ? പിന്നെ മയ്യത്തുങ്കര പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. അതിനിപ്പുറത്ത് തന്നെ ഓഡിറ്റോറിയം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വണ്ടി പഠിക്കാൻ പോയി ലൈസൻസ് കിട്ടാൻ ലേണേഴ്സിൻ്റെ ടെസ്റ്റും ഇതും ഒക്കെ എടുക്കാൻ പോയപ്പോൾ എല്ലാം മയ്യത്തുങ്കര പള്ളിയിൽ ഇറങ്ങി പ്രാർത്ഥിച്ചു. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തട്ടാ. നമ്മുടെ ഈ ലൈസൻസിന് ലേണേഴ്സ് എടുക്കാൻ പോയ ടെസ്റ്റ് എഴുതാൻ പോയത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഇന്നും എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി കേട്ടോ, പള്ളിയിൽ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ ഇന്നലെ ഒത്തിരി കൂട്ടുകാർ പറഞ്ഞ അനുഗ്രഹമൊക്കെ അവർക്കൂടെ കൊടുക്കണമെന്ന്. അപ്പോഴേ എനിക്ക് കിട്ടിയതിൽ നിന്നും കുറച്ച് അനുഗ്രഹം എല്ലാവർക്കും ഞാനും തരാൻ കേട്ടോ. വരിക്ക് നിന്നും അടിയൊന്നും വെക്കരുത്, ആരും ഒന്നും തള്ളു ഒന്നും വെക്കരുത് കേട്ടോ. ആരും മറിഞ്ഞ് വീഴരുത്. അപ്പോഴും സുപ്രു അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് തിരുമേനി തന്ന അനുഗ്രഹം കുറച്ച് എൻ്റെ കൂട്ടുകാർക്കൂടെ ഞാൻ തന്നേക്കും കേട്ടോ. അപ്പോഴേ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കും കേട്ടോ. സത്യമായിട്ടും എൻ്റെ നല്ല മനസ്സാണ് കേട്ടോ. അപ്പോഴും ആ ഒരു അനുഗ്രഹത്തിൽ നിന്നാണല്ലോ പകുതി നിങ്ങൾക്ക് ഞാൻ തന്നേക്കുന്നത് കേട്ടോ. അപ്പോഴേ എല്ലാവർക്കും ഈശോ നല്ലത് മാത്രം വരുത്തട്ടെ കേട്ടോ. അപ്പോഴും നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. നല്ലൊരു കല്യാണമായിരുന്നു. നല്ലൊരു സുന്ദരി മോളായിരുന്നു കേട്ടോ. നമ്മുടെ മോള് നൗഫീല എന്ന പേര്, നൗഫീന നമ്മളെല്ലാം വിളിക്കുന്നത് കേട്ടോ. ഭയങ്കര എനിക്കിഷ്ടമായി. എൻ്റെ എല്ലാ മക്കളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒത്തിരി ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒക്കെ ഞങ്ങളെല്ലാവരും കൂടെ പോയത് കേട്ടോ. എല്ലാവർക്കും വലിയ സ്നേഹം നമ്മുടെ അടുത്ത്. അതങ്ങനെയാണല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ കാണുന്നത് പോലെയല്ലേ നമുക്ക് അവരുടെ കൂട്ടുകാരല്ലേ. ഇപ്പോഴും LKG മുതലുള്ള കൂട്ടുകാർ ഇപ്പോഴും ഞാൻ വിളിക്കുകയും പറയുകയും അങ്കിളിനെ ആൻറ്റിയെ ഇങ്ങനെയൊക്കെ അവരങ്ങോട്ട് വിളിച്ച് നമ്മുടെ അടുത്ത് ഓരോ വിശേഷങ്ങൾ കഴിയുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ. ടീച്ചേഴ്സാണെങ്കിലും അതിനേക്കാട്ടിൽ ചില നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉള്ള ടീച്ചർമാർക്ക് ഭയങ്കര ഗമയായിരുന്നു. ഇപ്പോഴത്തെ ടീച്ചർമാരൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര സോഷ്യലാണ്. പ്രത്യേകിച്ച് ഞാനുമായിട്ട് എനിക്കറിയത്തില്ല എന്താണെന്നറിയത്തില്ല, എല്ലാവർക്കും നല്ല സ്നേഹം കേട്ടോ. എനിക്കതൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മുടെ മക്കളെയൊക്കെ ഒത്തിരി പേരെ കണ്ടു, അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയണ്ടല്ലോ.
അവിടെ പിന്നെ എന്താ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും കഴിക്കത്തില്ലല്ലോ. ഞാൻ സാധാ ഊണായിരുന്നു കേട്ടോ കഴിച്ചത്. നല്ല മണം പോരാ, കായം അത്ര കുറവാണെന്ന് തോന്നി ഇന്നത്തെ സാമ്പാറിനകത്ത്. നിങ്ങളൊന്ന് മണപ്പിച്ച് നോക്കി, സാമ്പാറിന് കായം പോരാൻ തോന്നുന്നല്ലേ? സാമ്പാറിന് പോരാൻ തോന്നി. ഇത്തിരി കായം കൂടെ ആവായിരുന്നു. നമുക്ക് അടി കൊടുക്കണം അവർക്ക് കേട്ടോ. ഒരു മണവുമില്ല സാമ്പാറിൻ്റെ കായത്തിൻ്റെ ഒരു മണവുമില്ല കേട്ടോ. ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഫുഡൊക്കെ നല്ലതായിരുന്നു. മക്കളും പറഞ്ഞു അവർ കഴിച്ച ഫുഡും നല്ലതായിരുന്നു. പിന്നെ ഐസ്ക്രീംകാരാണെങ്കിൽ ഇഷ്ടംപോലെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അവിടെ എന്തോ തെല്ലാന്നറിയാമോ, എന്തൊരു തെല്ലാന്നറിയാമോ എൻ്റെ പൊന്നെ. അത് ഏതൊരു കല്യാണത്തിനും പോയാലും തെല്ലില്ലാത്ത കാര്യമുണ്ടോ? നമ്മൾ പൊളിച്ചു വിയർക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ കല്യാണമൊക്കെ കൂടി ഫുഡ് അടിച്ച് വരുമ്പോഴത്തേൻ്റെ ഒരു പരുവാണ് കേട്ടോ. പിന്നെ വീണ്ടും വന്ന് കുളിച്ചിറങ്ങിയാൽ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. എന്തൊരു ചൂടാവിയോ നമ്മുടെ പെരയ്ക്കകത്തിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഭയങ്കര ചൂടാണ് എൻ്റെ പൊന്നെ. നമുക്ക് കല്യാണത്തിൻ്റെ എന്താ ഭയങ്കര പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് പാട്ടൊക്കെ ഇട്ട് കേൾക്കാം കേട്ടോ. അമ്മാവൻ നമുക്കിട്ട് ചിലപ്പോൾ പണി തന്നാലും അതുകൊണ്ട് നമുക്ക് പാട്ടൊക്കെ ഇട്ടൊന്ന് കേൾക്കാം കേട്ടോ. കാണാൻ പോകാം വീഡിയോ. ഇടുക്കികളാണ് ചുള്ളത്തികൾ 3 പേര്, 4 പേരുണ്ടോ കാണാൻ പറ്റും. എല്ലാം നമ്മുടെ ചേച്ചിമാരായിട്ട് നമ്മൾ അറിയാവുന്ന നമ്മുടെ ചേച്ചിമാർ, നമ്മുടെ നാട്ടുകാരല്ലയോ. വർക്കുണ്ടെങ്കിൽ കൊടുക്കണേ ചേച്ചിമാർ കേട്ടോ. അയ്യോ മിടുക്കികളാട്ടോ, കൊള്ളത്തില്ല. അതാ ഞങ്ങൾ 7-ാം പേരിലെ ബിനോയ് എന്ന് പറയുന്ന ആളുടെ വർക്ക് ഇവിടെ ചെയ്യുന്നതാണ്. അവിടെ ഒരുപാട് വർക്കൊക്കെ തരാറുണ്ട്. ഞങ്ങൾ നല്ല സ്പെഷ്യലായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളെ വിളിക്കും വീണ്ടും പുള്ളി. ഇനി ഞങ്ങൾ സേവനം പരീക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇവിടെ ഫുഡ് നല്ല ഫുഡ്. ഈ ഫ്രൈ എന്നൊക്കെ പറഞ്ഞാൽ 30-ാം തീയതി സ്വർഗം മാമ, സ്വർഗം. മുതലാളിയാ ബിനോയ്, ഞങ്ങളുടെ വച്ച അത്. ആ അപ്പോൾ ഇവർക്ക് ഒരു സംശയം, ഞാൻ ഇവരെ ഇന്ന് നമ്മുടെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുമെന്ന്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോക്കകത്ത് എല്ലാവരും കാണും കേട്ടോ. എന്നോട് പറഞ്ഞത് ഇതൊക്കെ ഒന്ന് എടുത്തോളാൻ, നിങ്ങൾ പറഞ്ഞൊന്നല്ല. ഇതെല്ലാം നമ്മുടെ അയൽവാസി ചേച്ചിമാരാട്ടോ.